ബിഗ് ബോസിന്റെ മിനിഞ്ഞാന്നത്തെ എപ്പിസോഡിൽ അക്ബറിനും അക്ബറിന്റെ കുടുംബത്തിനും നേരെ സൈബർ ആക്രമണം ഉണ്ട് എന്ന് പറഞ്ഞ് അക്ബർ പൊട്ടിക്കരയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അന്ന് രാത്രി തന്നെ അക്ബറിന്റെ ഭാര്യ ഡോക്ടർ ഷെറിൻ ഖാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം. ഹായ് ഗൈസ്, ഈ രാത്രി ഈ വീഡിയോ ഇടാൻ കാരണം ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് ഐ സ്പീക്ക് അബൌട്ട് ദ ഡേർട്ടി ഗെയിം ഓഫ് PR ടീം. ഈ PR അറ്റാക്ക് എനിക്ക് ഫസ്റ്റ് വീക്ക് മുതലേ വന്ന തുടങ്ങി. ഫസ്റ്റ് വീക്ക് മുതലേ PR അറ്റാക്ക് വരണമെങ്കിൽ അക്ബർ കപ്പടിച്ച് കൊണ്ടുപോകുമെന്ന് നേരത്തെ ആരോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ഒരു ഗെയിമിന് പാർട്ടായിട്ടേ കണ്ടുള്ളൂ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ വളരെ പേഴ്സണൽ എന്താ, ഇതെല്ലാം ഗെയിമിന്റെ പാർട്ടാണ്. മത്സരാർത്ഥിയെ മാനസികമായി തകർക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള സ്ട്രാറ്റജി ഉണ്ടാവും. പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോം ആവുമ്പോൾ അതിന്റെ ആഴം ഇച്ചിരി കൂടുതലായിരിക്കും. പറയാ വളരെ പേഴ്സണൽ മോശം ചീപ്പ് കമന്റ്സ് ആൻഡ് DMs വന്ന തുടങ്ങി. ദാറ്റ് ടു ഫ്രം ദ ഫേക്ക് അക്കൗണ്ട്സ്. കഴിഞ്ഞ കുറേ വീക്സ് ആയിട്ട് എനിക്ക് വന്ന വളരെ മോശമായിട്ട് കമന്റ്സ് മെസ്സേജസ് ഫ്രം ദ PR ടീം. എനിക്ക് സത്യം പറയാൻ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല. ഞാനും അക്ബറിൽ കൂടെ ഫാമിലിയും കുറേ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇത് ആരുടെ PR ആണ്, ഏത് PR ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഐ എം നോട്ട് സെയിങ് ഹിയർ. പുള്ളിക്കാരി അവസാനം പറഞ്ഞൊരു പോയിന്റ്, ഇത് ആരുടെ PR ടീമാണെന്ന് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരി ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചത് അനുമോളെയും അനുമോളുടെ PR ടീമിനെയാണ്. അനുമോളെ എടുത്തു നോക്കുകയാണെങ്കിൽ അനുമോൾ ബിഗ് ബോസിൽ വരും മുമ്പ് തന്നെ അത്യാവശ്യം സെലിബ്രിറ്റി ഫാൻ ബേസ് ഉള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം സത്യമാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫാൻ ബോയോ ഫാൻ ഗേളോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അയച്ചതാവും. അല്ലാതെ അതെല്ലാം PR ടീമിന്റെ പെടലിക്ക് വെക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ PR ടീം അയച്ചു എന്ന് അവർക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ അവരെന്തെങ്കിലും തെളിവ് കാണിക്കണം. തെളിവ് കാണിക്കാതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞങ്ങൾ ജനങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല. അക്ബറിന്റെ വൈഫ് പറഞ്ഞ മറ്റൊരു കാര്യമാണ് തനിക്ക് ഫസ്റ്റ് വീക്ക് മുതലേ PR അറ്റാക്ക് ഉണ്ടായെന്ന്. പക്ഷെ അവർ പ്രതികരിക്കുന്നതോ ഈ ലാസ്റ്റ് മൊമെന്റിലാണ്. ഇത്ര നാളും പ്രതികരിക്കാതിരുന്നിട്ട് ഈ ലാസ്റ്റ് മൊമെന്റിൽ വന്ന് പ്രതികരിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, പ്രേക്ഷകരുടെ ഇടയ്ക്ക് കുറച്ച് സഹതാപ ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ട് വോട്ട് മറിക്കാനുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.